ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം അഥവാ വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആയി ആചരിക്കപ്പെടുന്നത്. ഫസ്റ്റ് എയ്ഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ഒരാൾ ഹൃദയം നിലച്ച് ശ്വാസമെടുക്കാത്ത അവസ്ഥയിൽ അബോധാവസ്ഥയിൽ വീഴുമ്പോൾ നമ്മൾ കൊടുക്കുന്ന CPR അഥവാ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, നെഞ്ചത്ത് പ്രഷറൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ തിരിച്ച് ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിരിക്കും. അത് മാത്രമല്ല ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഒരാളുടെ തൊണ്ടയിൽ ഭക്ഷണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടുങ്ങുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ പിന്നിൽ നിന്നും നമ്മൾ വയറിന്റെ മുകൾ ഭാഗത്തായി പ്രഷർ കൊടുത്ത് ആ വസ്തുവിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഹെംലിക്സ് മെനിയൂർ തൊട്ട് ഒരാൾക്ക് ഒരു അപകടം പറ്റുകയാണ്, ഒരു ആക്സിഡന്റ് പറ്റുകയാണ്, ആ സമയത്തുണ്ടാകുന്ന മുറിവുകളെ എങ്ങനെ ഒരു ഫീൽഡിൽ വെച്ച് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ തന്നെ ഫസ്റ്റ് എയ്ഡിൽ പ്രതിപാദിക്കുന്നു. അതായത് ഒരു മുറിവുണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിൻ്റെ മുകളിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി വെച്ച് അത് അമർത്തിപ്പിടിക്കുക, അല്ലെങ്കിൽ ഒരു പൊള്ളലേൽക്കുമ്പോൾ എന്താണ് ഉടനടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാമ്പ് കടിക്കുമ്പോൾ, ഈ ഒരു അവസ്ഥകളിലൊക്കെ തന്നെ ഒരാൾ മുങ്ങി മരിക്കാൻ പോകുന്ന അവസ്ഥയിൽ രക്ഷിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ഫസ്റ്റ് എയ്ഡിന്റെ ഒരു സ്കോപ്പിൽ പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് മാത്രമല്ല, മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ, ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ ഒക്കെ തന്നെ ആദ്യം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്താണെന്നും അതിന് ഇമീഡിയറ്റ് ആയിട്ട് വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വെച്ച് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്നും ഫസ്റ്റ് എയ്ഡിൽ നമുക്ക് പ്രതിപാദിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു അസുഖം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ നിമിഷങ്ങളിൽ ഒരാൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള റിക്കവറിയെ, മുന്നോട്ട് എങ്ങനെ അദ്ദേഹം ശരിയായി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തെ വളരെ വളരെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം. ഇതൊക്കെ തന്നെയാണ് ഫസ്റ്റ് എയ്ഡിനെ അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷയെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായി മാറ്റുന്നത്. ഈ വർഷത്തെ ലോക ഫസ്റ്റ് എയ്ഡ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് ഇൻ ദ ഡിജിറ്റൽ ഏജ് അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിലെ പ്രഥമ ശുശ്രൂഷ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരും സോഷ്യൽ മീഡിയയിലും നമുക്ക് എല്ലാവരും പല മൊബൈൽ ആപ്പുകളും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഉപയോഗത്തോടുകൂടി നമുക്ക് കൂടുതൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് അറിയാം, ഫസ്റ്റ് എയ്ഡ് മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ട്രെയിനിങ് നേടാം, അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഈ ലോക ഫസ്റ്റ് എയ്ഡ് ദിനത്തിൽ എല്ലാവരും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് കൂടുതൽ അറിവ് നേടാനും പരിശീലനം നേടാനും ശ്രമിക്കുക എന്നൊരു സന്ദേശത്തോടു കൂടി നിർത്തട്ടെ.